ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ടേസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അതായത് ലെഫ്റ്റ് ഓവർ റൈസ് വെച്ചിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. നമ്മുടെ മിക്ക വീടുകളിലും പലപ്പോഴായിട്ട് ബാക്കി വരുന്നതാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടാക്കുന്ന സാധാരണ ചോറ് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് വളരെ ടേസ്റ്റിയും അതുപോലെ വളരെ ക്രിസ്പി ആയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ ബാക്കി വന്ന ഈ ചോറും പിന്നെ നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ബാക്കിയുള്ള ഐറ്റംസ് കൂടെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കണും കൂടെ കാണുന്നുണ്ടാവും. അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ലെഫ്റ്റ് ഓവർ റൈസ് വെച്ചിട്ടുള്ള ഈ ഒരു ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റൈസ് പക്കവട തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള ചോറാണ്. ഇതിപ്പം മട്ട റൈസ് വെച്ചിട്ടുള്ള ചോറാണ്, പക്ഷെ ഇതന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഏത് ചോറാണ് യൂസ് ചെയ്യുന്നത് അത് എടുത്താൽ മതി. ഇതൊന്നെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ എന്തായാലും മിക്സിയിൽ ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഞാനിത് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ക്യുമിൻ സീഡ്സ് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ ചെറിയ ജീരകം, അതൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടെ കിട്ടുമ്പം കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും നമ്മൾ പക്കവട തയ്യാറാക്കി വരുമ്പം. ഇനിയിപ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കണ്ട കേട്ടോ. എന്നാലും നിങ്ങൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ മിക്സിയിൽ അങ്ങനെ വെള്ളം ചേർക്കാതെ അരഞ്ഞ് കിട്ടില്ല എങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്താണ്. നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇങ്ങനെ മോട്ടർ കറങ്ങാനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ സ്പൂണ് വെച്ചിട്ടൊന്ന് നടുവിലേക്ക് ആക്കി കൊടുത്താൽ മതി. വെള്ളം ചേർക്കാതെ മാക്സിമം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ പറയുന്നത് നമ്മളിത് ഫ്രൈ ചെയ്യുമ്പം എണ്ണ കുടിക്കാതിരിക്കാനാണ്. അപ്പോൾ നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ളത് എന്തെല്ലാം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസായിട്ടുള്ള സവാള ചെറുതായി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് അടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകാണ്. 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് 3-4 പച്ചമുളകൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഒരു 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ചേർക്കുക. അതുപോലെ കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മല്ലിയില താല്പര്യമുള്ളവർക്ക് അതുകൂടെ ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഈ ഒരു സമയം ചേർത്തിട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ചേർക്കണ്ട, വളരെ കുറച്ച് ഉപ്പ് ചേർത്തിയാൽ മതി. പിന്നെ നമ്മൾ 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് ചേർത്തിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ പക്കവട നല്ല കളറും പിന്നെ കുറച്ചൊക്കെ സ്പൈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1 ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാല പൊടിയാണ് ചേർക്കുന്നത്. അതൊരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കടലമാവിൻ്റെ പൊടിയാണ്. അത് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് ചേർക്കാം. 3 ടേബിൾ സ്പൂണോളം കടലമാവിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു പക്കവട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഏത് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പുട്ടിന് പൊടിച്ച് വെച്ചതാണെങ്കിലും കുഴപ്പമില്ല, പത്തിരിയുടെ പൊടിയാണെങ്കിലും ഒന്നും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ചോറിൻ്റെ നനവും സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ കൊണ്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ തന്നെ വെള്ളം ചേർക്കാതെ മാക്സിമം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഉപ്പ് ബാക്കിയുള്ളത് കൂടെ ചേർക്കാം. ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഇത്തിരി കൂടെ ഉപ്പ് ആവശ്യമുണ്ട്. കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് എടുക്കുക. ഇത് നമ്മൾ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആയിരിക്കും. ഇങ്ങനെയാണ് വേണ്ടത്. നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് താഴെ പോവാത്തൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു കണ്ടീഷൻ, അതാണ് വേണ്ടത്. കാരണം നമ്മളിത് മാവ് ഇതുപോലെ ഈ ഒരു പക്കവടൻ്റെ മിക്സ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റൊക്കെ വെച്ചിരിക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് ലൂസാകും. അപ്പോൾ ഇപ്പോഴേ ലൂസാവാൻ പാടില്ല. നല്ല സ്റ്റിക്കി ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇനി എങ്ങാനും നിങ്ങൾ വെള്ളമൊക്കെ ചേർത്തിട്ടാണ് ചോറ് അരച്ചെടുത്തത് കുറച്ച് ലൂസായി പോയെങ്കിൽ കടലമാവ് കുറച്ച് കൂടുതൽ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ.
എന്തായാലും ഈ ഒരു കണ്ടീഷനാണ്, കയ്യിൽ നിന്നും താഴെ പോവാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഇനി നമുക്ക് പക്കവട ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഇവിടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഇനിയിപ്പോൾ അതില്ലാത്തൊരു വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്യാം കേട്ടോ. ഓയിൽ നല്ല പോലെ ഒന്ന് ചൂടാക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മിക്സിൽ നിന്നും ഒരു ഇത്തിരി ഇട്ടിട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് അങ്ങനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഒരു പാകത്തെ ചൂടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് പക്കവട ഉണ്ടാക്കി തുടങ്ങാം. പ്രത്യേകിച്ച് ഒരു ഷേപ്പൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയാം പക്കവടയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഷേപ്പൊന്നുമില്ല. സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒക്കെ ഇടാവുന്നതാണ്. ഒരു ഭാഗം ഒന്ന് കുക്കായി ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വളരെ ചൂടായിട്ട് ഓയിലിരിക്കുമ്പം അതിൻ്റെ പുറം വശം മാത്രം കുക്കായിട്ട് ഉള്ളിലേക്കുള്ള ഒരു എന്താ പറയുക, നമ്മുടെ കടലമാവിൻ്റെ അതൊന്നും കുക്കാവാണ്ട് അങ്ങനെ കിടക്കും. അപ്പോൾ ഓയിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം പിന്നെ ഒന്ന് ചെറുതായിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വെക്കുക കേട്ടോ. അതുപോലെ ഒരു വശം കുക്കാവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നും പ്രശ്നമല്ല. നല്ലപോലെ ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കത് വേർപ്പെടുത്തിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ ലെഫ്റ്റ് ഓവർ റൈസ് വെച്ചിട്ടുള്ള റൈസ് പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുഴുവനായിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. വെച്ചിട്ട് നമുക്ക് ഇത്ര അളവിൽ, ഈ കാണുന്ന അത്രയും അളവിൽ നമുക്ക് റൈസ് പക്കവട തയ്യാറാക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. നമുക്ക് ബാക്കി വരുമ്പം അത് കളയോ അതല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ക്രിസ്പിയാണ്. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നോക്കുക. പിന്നെ നമ്മുടെ ഈ ടേസ്റ്റിൽ ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ സ്നാക്കും നമ്മൾ സ്നാക്ക് എന്നുള്ള പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഒരുപാട് സ്നാക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിന് പറ്റുന്ന ഒരുപാട് കറികളും ഒക്കെ നമ്മൾ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.